നമുക്ക് പറഞ്ഞതുകൊണ്ട് മലയാളിയുടെ പദസമ്പത്തിൽ കയറിയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. സെൻസിബിലിറ്റി, സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ ക്വയറ്റ് ബിക്കമിങ് ആൻ ഓഫീസർ, ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ. അപ്പോൾ പാട്രിയറ്റ് ഇറങ്ങിയതിന് ശേഷം ആളുകൾ സോഷ്യൽ ഇവാലുവേറ്ററിനെ പറ്റിയിട്ടും പെരിസ്കോപ്പിനെ പറ്റിയിട്ടും സോഷ്യൽ സ്കോറിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുന്നു, അറിയാൻ ആഗ്രഹിക്കുന്നു. പാട്രിയറ്റ് കണ്ടാലും അവർക്കുള്ളൊരു ടേക്ക് അവേ ആസ് എൻ ഇൻഫർമേഷൻ സോഷ്യൽ സ്കോറും സോഷ്യൽ ഇവാലുവേറ്ററും പെരിസ്കോപ്പും ഒക്കെ ആയിരിക്കും. അതെ, ഒന്ന് വിപുലീ വിശദീകരിക്കാൻ ആണ് സിനിമ. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞാൽ പെരിസ്കോപ്പ് ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇവാലുവേഷൻ. പിന്നെ ഇതൊരു അവയർനെസ് സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ ഈ ടെക്നോളജിയുടെ ആധിക്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രമാദിത്യം കൊണ്ടോ ഒക്കെ നമ്മൾ സാധാരണക്കാർ വിട്ടുപോകുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. പലതും നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചാണ്. പലതും നമ്മളെ കൊടുക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സിനിമയുടെ കുറേ ഭാഗങ്ങൾ. പക്ഷെ അതിലേക്കുള്ള ശ്രമങ്ങളും എന്ത് കാര്യത്തിലിറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ എതിർപ്പുണ്ടാകുമല്ലോ, സ്വാഭാവികമായിട്ടും അതും അതിൻ്റെ ഭാഗമാകും. അങ്ങനെയാണതൊരു സിനിമയാണ്. എന്ത് കാര്യത്തിലിറങ്ങിയാലും ഒരു എതിർപ്പുണ്ടാവും. ആ എതിർപ്പിനെ തരണം ചെയ്തുകൊണ്ടുള്ള യാത്രയാണ് സിനിമ. അതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങൾ ആരുമില്ലാതെ ഈ സിനിമ